ഇല്ലായ്മകളിൽ നിന്നും ആരംഭിച്ച് അത്യുന്നതമായ ആത്മീയ പദവിയിലെത്തിയ ശ്രേഷ്ഠ ജീവിതം. ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. പ്രതിസന്ധി ഘട്ടത്തിൽ യാക്കോബായ സഭയെ ഹൃദയത്തോട് ചേർത്തുപിടിച്ച നായകനെന്ന പരിവേഷമാണ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടേത്. സഭാതർക്കത്തിന്റെ കാറ്റും കോളും നിറഞ്ഞ കാലഘട്ടത്തിൽ സഭയെ നയിക്കാൻ ലഭിച്ച അവസരത്തെ ദൈവനിയോഗമെന്നാണ് എന്നും ബാവ അനുസ്മരിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനപ്പുറം ലഭിച്ചിട്ടില്ലെങ്കിലും അനുഭവസമ്പത്തിലും സഭാവിശ്വാസികളുടെ പിന്തുണയിലും യാക്കോബായ വിഭാഗത്തെ പതിറ്റാണ്ടുകളോളം നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കൌശലവും സഭാചാര്യന്റെ ദീർഘവീക്ഷണവും ഒരേപോലെ സമന്വയിച്ച അപൂർവ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റേത്. തെരുവിലിറങ്ങി സഭയ്ക്കുവേണ്ടി സമരം നടത്തിയതിന് 600-ലധികം കേസുകൾ വന്നിട്ടും പിന്നോട്ടില്ലെന്ന് ഉറച്ചു പ്രഖ്യാപിച്ച നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് വടയമ്പാടിയിൽ ചെറുവില്ലിൽ കുടുംബത്തിലെ മത്തായിയുടെയും കുഞ്ഞാമ്മയുടെയും 8 മക്കളിൽ 6-ാമനായി 1929 ജൂലൈ 22-നായിരുന്നു കുഞ്ഞൂഞ്ഞ് എന്ന് വിളിപ്പേരുള്ള CM തോമസിന്റെ ജനനം. ദാരിദ്ര്യവും രോഗവും കുഞ്ഞൂഞ്ഞിന്റെ പഠനം 4-ാം ക്ലാസ്സിൽ മുടക്കി. ദുരിതങ്ങൾ നിറഞ്ഞ ബാല്യകാലവും അഞ്ചലോട്ടക്കാരന്റെ ജോലി നോക്കിയ കൌമാരവും. ജോലി രാജിവെച്ച് പൌരോഹിത്യ ശ്രേണിയുടെ ആദ്യഘട്ടമായ കോറൂയോ പട്ടം നേടി പിറമാടം ദയറായിലെത്തുമ്പോൾ തോമസിന്റെ പ്രായം 23 വയസ്സായിരുന്നു. വൈദിക പഠനത്തോടൊപ്പം വേദപുസ്തകത്തിലും അഗാധ പാണ്ഡിത്യം നേടിയ അദ്ദേഹം 1958-ൽ വൈദിക പട്ടം സ്വീകരിച്ചു. CM തോമസിൽ നിന്നും ഫാദർ തോമസ് ചെറുവില്ലിലേക്കുള്ള ആദ്യ മാറ്റം. പുത്തൻകുരിശ് സെയിന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളി വികാരിയായ കാലത്ത് തന്നെ വെള്ളത്തൂവലിലും കീഴ്മുറിയിലും വലമ്പൂരിലും പള്ളി വികാരിയായ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കൊൽക്കത്തയിലെ കൽക്കരി ഖനിയിൽ ജോലി നോക്കുന്നവർക്കിടയിലും കശ്മീരിലെ ഉധംപൂരിലും ഫാദർ തോമസ് ചെറുവില്ലിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കും ഇറങ്ങി. വരിക്കോലി കുഷ്ഠരോഗാശുപത്രിയിലെ അന്തേവാസികൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങാനും അന്ന് പള്ളി വികാരിയായിരുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്യുജ്വലമായ വാക്ചാതുരി കൊണ്ട് ആയിരങ്ങളെ ആകർഷിച്ച ഫാദർ തോമസ് ചെറുവില്ലിൽ അന്ന് അറിയപ്പെട്ടിരുന്നത് സുവിശേഷക്കാർക്കിടയിലെ സ്വർണ്ണനാവുകാരൻ എന്നായിരുന്നു. കോടതി ഉത്തരവ് അനുസരിക്കണമെന്ന് പ്രസംഗിക്കുന്ന മെത്രാൻകക്ഷികൾ ആദ്യം ചെയ്യേണ്ടത് തോമാശ്ലീഹായുടെ സിംഹാസനമല്ല, ഓണറോഫിക് ആലങ്കാരിക സിംഹാസനം എന്ന് വയ്ക്കണമെന്ന കൽപ്പനയുടെ ആരംഭത്തിൽ. ആത്മീയ പ്രവർത്തനങ്ങളിൽ മാത്രമായി ഒതുങ്ങിയില്ല അദ്ദേഹത്തിന്റെ പ്രയത്നം. 1974-ൽ ഫെബ്രുവരി 24-ന് തോമസ് മാർ ദിവന്യാസിയോസ് എന്ന പേരിൽ അങ്കമാലി ഭദ്രാസനാധിപനായി അഭിഷിക്തനായി. അങ്കമാലി ഭദ്രാസനാധിപനായിരുന്ന കാലത്ത് പഴന്തോട്ടം, മാമലശ്ശേരി, കോലഞ്ചേരി, തൃക്കുന്നത്ത് സെമിനാരി പള്ളി എന്നു തുടങ്ങി എവിടെയൊക്കെ സഭാതർക്കങ്ങളുണ്ടായോ അവിടെയെല്ലാം യാക്കോബായ വിശ്വാസി സമൂഹത്തിന് നീതി ലഭിക്കാൻ അദ്ദേഹം അവർക്കൊപ്പം നിന്നു. 2000 ഡിസംബർ 27-ന് പുത്തൻകുരിശിൽ ചേർന്ന പള്ളി പ്രതിപുരുഷ യോഗമാണ് തോമസ് മാർ ദിവന്യാസിയോസിനെ നിയുക്ത കാതോലിക്ക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. 2002 ജൂലൈ 26-ന് ബസേലിയോസ് തോമസ് പ്രഥമൻ എന്ന പേരിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവയായി ദമാസ്കസിൽ വെച്ച് അഭിഷിക്തനായി. ആരോഗ്യ കാരണങ്ങളാൽ 2019 മെയ് 1-ന് ഭരണചുമതലകളിൽ നിന്നൊഴിഞ്ഞെങ്കിലും ആത്മീയ നേതൃസ്ഥാനത്ത് തുടരുകയായിരുന്നു അദ്ദേഹം. അചഞ്ചലമായ ദൈവസ്നേഹവും എളിമയുമാണ് ഏത് പ്രതിസന്ധിയിലും പ്രത്യാശയോടെ നീങ്ങാൻ ശ്രേഷ്ഠ ബാവയെ എന്നും പ്രേരിപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.